ഡിയേഴ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. തലേ ദിവസം തന്നെ കല്ലുമ്മക്കായ നിറച്ച് വേവിച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് പൊരിച്ചെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ മഞ്ഞൾ, മുളക്, ഉപ്പൊക്കെ ചേർത്തിട്ട് കലക്കിയ വെള്ളത്തിൽ ഇതുപോലെ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കല്ലുമ്മക്കായ ഇതുപോലെ പൊരിച്ച് കഴിക്കാൻ. തിന്നവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ചിലയിടത്തിലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതുപോലെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചാൽ രാവിലെ നമുക്ക് ഇതുപോലെ ചായക്ക് പെട്ടെന്ന് കടി റെഡിയാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡും ഒന്ന് നല്ലോണം ഒന്ന് പൊരിച്ചെടുത്താൽ ഈ ഒരു കല്ലുമ്മക്കായ റെഡിയായി കിട്ടും. അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. ഒക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ മോനെ മദ്രസയിലേക്കൊന്ന് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഓൺലൈനിലായിട്ടും ചേർത്തിട്ടില്ല. അപ്പോൾ മദ്രസയൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ കൊണ്ടുപോയി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വേണം അവിടെ കൊണ്ടാക്കണം. സോ നല്ല ഹാപ്പിയിലാണുള്ളത് മദ്രസയിൽ പോകുന്നതായിട്ട്. ഇവിടുന്ന് കുറച്ചൊന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. വണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്താണ് കേട്ടോ മദ്രസ. അപ്പോൾ അവിടുന്ന് ഉസ്താദ് പറഞ്ഞു ക്ലാസ് ഒരു ബുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് 1ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ ഉസ്താദ് പുസ്തകമൊക്കെ കൊടുത്ത് ക്ലാസ്സിലിരുത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8:15 സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ് 1ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുട്ടികൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ആളെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളിങ്ങ് പോന്നു. 10 മണി വരെ ഉണ്ട് കേട്ടോ ക്ലാസ്. അപ്പോൾ മോനെ മദ്രസയിലാക്കി തിരിച്ച് വന്ന് പിന്നെ അടിച്ച് വാരലും ക്ലീനിങ്ങൊക്കെ തുടങ്ങി. കരയുന്നുണ്ട് ഒരാൾ മാത്രം. ഇഷ്ടായിക്കാ മദ്രസ? ഇഷ്ടായില്ല? അതാ
അപ്പോൾ മദ്രസയിൽ നിന്ന് കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരു ചെമ്മീൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെമ്മീൻ മസാല വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. മഞ്ഞൾ, മുളക്, ഗരം മസാല, ഉപ്പൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ 2 വലിയ ഉള്ളി മുറിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല, മഞ്ഞൾ, മുളക്, കുറച്ച് മല്ലി, അതുപോലെ തന്നെ കുരുമുളക്. ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. എല്ലാം 1/4 ടീസ്പൂണിൻ്റെ അടുത്തേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് ചേർത്തത്. തക്കാളി ഒന്ന് വാടിയപ്പോൾ ഇതിലേക്ക് കൊഞ്ചനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് മസാല റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ കൈമ റൈസാണ് എടുത്തത് ബിരിയാണി വെക്കാൻ. അപ്പോൾ നെയ്ച്ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കഷ്ണം സവാളയും പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റിൻ്റെ പീസും. ഇതിലേക്ക് ഇനി റൈസ് ഒന്ന് ഞാനിതാ വെള്ളം ഊറ്റി അരിപ്പയിലിട്ടതാണ്. റൈസ് ഒന്ന് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തതിന് ശേഷം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം, നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്കുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചൂടുള്ള വെള്ളം ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആക്കിയിട്ടുള്ള അതിലാണ് കേട്ടോ ഞാൻ ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മസാലയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തിട്ട് ദം ചെയ്യാൻ ഒരു 5-10 മിനിറ്റ് വെക്കണം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് മഞ്ഞളൊന്ന് കലക്കിയിട്ട് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട് മുകളിലായിട്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഒരു 10 മിനിറ്റ് ദമ്മിൽ വെച്ചാൽ നല്ല കിടിലൻ ബിരിയാണി നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.